ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ADF-ന്റെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കം കുറിച്ചിരിക്കുന്നു. വ്യവസായത്തിൽ തന്നെ പൊതുവെ ഉൽപാദന മേഖല നമ്മൾ പുറകിലായിരുന്നു. 7% നമ്മൾ നേരത്തെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ. നമ്മളിവിടെ 14 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിലും അവർക്ക് മാർക്കറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ഞങ്ങൾ വീടുകളിലും ബിൽഡിങ്ങിലും മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിലോട്ട് അലുമിനിയം കയറ്റണം എന്നുള്ള നിവേദനമാണ്. അങ്ങനെ കയറിയാൽ നമ്മൾ പ്രൊഡക്ഷൻ സെയിലുമെല്ലാം 25% കൂടുതൽ ടേൺ ഓവർ കൂടും. നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ നഗരമായ കൊച്ചിയിൽ വെച്ച് നടന്ന സംരംഭക സംഗമം, അദ്ദേഹത്തിൻ്റെ ഞാൻ അടുത്ത കാലത്ത് വളരെയധികം ടോക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം വളരെ ടാർഗറ്റോടു കൂടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ച് ആദ്യം തന്നെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളുടെ നാട്ടിൽ നിന്ന് കടന്നു പോകുന്ന വ്യവസായികളെ അല്ല വേണ്ടത്, നമ്മുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ആർജവമുള്ള ഒത്തേറെ വ്യവസായ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹം അതിനൊരു ടാർഗറ്റ് കൊടുത്തു. ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ 1 വർഷത്തിനുള്ളിൽ 1 ലക്ഷത്തോളം വ്യവസായ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങണമെന്നുള്ളൊരു ആർജവത്തോടു കൂടി അദ്ദേഹം തീരുമാനമെടുത്തു. ഈ ചടങ്ങിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് ബിസി ഷെഡ്യൂളായിട്ട് തൃശ്ശൂർ പരിപാടി ഉണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ പരമാവധി നേരത്തെ എത്താമെന്ന വാക്ക് പാലിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഈ വേദിയിലേക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനുമായിട്ട് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സർവ്വചരാചരങ്ങളും സൗഖ്യമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ADF-ന്റെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഔപചാരികമായ തുടക്കം കുറിച്ചിരിക്കുന്നു. ഈ കയ്യടി പോലെ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ദീർഘമായി സംസാരിക്കുന്നില്ല. ഇപ്പം നമ്മൾ മെയ്ക്ക് ഇൻ കേരള ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000 കോടി രൂപയാണ് ഈ ബജറ്റിൽ മെയ്ക്ക് ഇൻ കേരള. അതിൽ 100 കോടി ഈ വർഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത്, ഞാൻ അലൂമിനിയം മേഖലവരായിട്ട് സംസാരിച്ചു. അപ്പോൾ കഴിഞ്ഞൊരു 5-6 വർഷം എടുക്കുമ്പോൾ മാനുഫാക്ചറിങ് കമ്പനികൾ കേരളത്തിൽ കൂടി എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടാക്കുന്നത്ര വിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് പ്രസിഡന്റ് അവിടെ ഇരുന്ന് ചെവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെന്താ ചെയ്യാന്നുള്ളതാണ്. നേരത്തെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വിൽക്കലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് കൂടുതൽ ഡിമാൻഡ് ഇവിടെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അത് നമ്മളെല്ലാവരും കൂടി നോക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷം ഇത് തുടരും. സംരംഭക വർഷം 1 ലക്ഷമാണോ 90,000 ആണോ 1.25 എന്നുള്ളത് താഴേന്ന് ഞങ്ങൾ കണക്കെടുക്കുകയാണ്. നമ്മുടെ ഇന്റേൺസ് പോയിട്ട് ഇനി ആ പഞ്ചായത്തിൽ എത്ര കൂടി സാധ്യതയുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാർഗറ്റ് നിശ്ചയിക്കാൻ പോകുന്നത്. ഇത് കൂടാതെ ഇന്നലെ ബജറ്റ് പ്രഖ്യാപിച്ച വ്യവസായ വകുപ്പിൻ്റെ മിഷൻ 1000 കേരളത്തിലെ ഉൽപാദന മേഖലയിൽ നിന്ന് ട്രേഡും ആകാം MSMEകൾ 1000 എണ്ണം ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോവാണ്. ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ട് സർവേ, എല്ലാവർക്കും അവരുടെ അപേക്ഷ നൽകാം, ക്രൈറ്റീരിയ ഉണ്ടാവും.
അതിൽ തിരഞ്ഞെടുക്കുന്ന 1000 സംരംഭത്തിൽ നിന്ന് 1 ലക്ഷം കോടി ടേൺ ഓവർ കേരളത്തിൽ ഉണ്ടാവണം. 1000 സംരംഭം ശരാശരി 100 കോടി ടേൺ ഓവർ. അപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവറായി. അപ്പോൾ നമ്മുടെ സമ്പദ്ഘടന ശക്തിപ്പെടും. പിന്നെ നമുക്ക് ആകെ ഈ 3 മേഖലയുള്ളൂ. 2 ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ഒന്നുകിൽ ഒന്നും ചെയ്യാതിരിക്കുക, ശമ്പളം കൊടുക്കാതിരിക്കുക, മറ്റ് ഈ ഇപ്പോൾ പറഞ്ഞ 100 കോടി ഇതിന് നമ്മുടെ കൊച്ചിൻ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി മറ്റ് പദ്ധതികൾ ഇതിനൊന്നും ഇനി പണം ചെലവഴിക്കാതെ വെറുതെ ഗവൺമെൻറ് ഇരിക്കുക. അതെല്ലാം സർക്കാർ ചെയ്യുന്നത് നമുക്ക് കുറച്ച് വിഭവം സമാഹരിക്കണം, ഈ മേഖലയിൽ കൂടുതൽ സഹായം നൽകുകയും വേണം. പക്ഷെ നമ്മൾ ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ വ്യവസായ മേഖലയിൽ ഈ കുതിപ്പുണ്ടായിക്കഴിഞ്ഞാൽ ടാക്സ് കൂടുതൽ വരും. ഇനി നിങ്ങൾ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ 18% GST ആണ്. 9 കേന്ദ്രത്തിന് 9 നമുക്കും. പുതിയ വ്യവസായം 50 കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള വ്യവസായമാണെങ്കിൽ ഈ നമ്മൾ കിട്ടുന്ന 9% നേരെ തിരിച്ചങ്ങോട്ട് കൊടുക്കും. നമുക്ക് വേണ്ട, അടയ്ക്കേണ്ട വരും. കാരണം GST ആയതുകൊണ്ട് അടയ്ക്കുന്ന ഒഴിവാക്കാൻ പറ്റില്ല. 100% റീഇൻവെസ്റ്റ്മെൻറ്റ്. 10 കോടി രൂപ വരെ നമ്മൾ ക്യാപിറ്റൽ സബ്സിഡി കൊടുക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ ഈ മേഖലയിൽ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. നിങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളും ഇവിടുത്തെ ഡിമാൻഡ് ശക്തിപ്പെടുത്താൻ എന്തൊക്കെ കഴിയും എന്നുള്ള കാര്യവും നമുക്ക് ചർച്ച ചെയ്യാം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇതിന് നേതൃത്വം നൽകി എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രകാശനം ചെയ്തിരിക്കുന്നു, സ്വീകരിക്കുന്നു നമ്മുടെ സ്വന്തം സത്യം ചേർന്നുള്ള നല്ലൊരു കവിതയുടെ. അപ്പൊ എല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും വായിക്കുക, അഭിപ്രായങ്ങൾ പറയുക, നിർദ്ദേശങ്ങൾ തരിക. പ്രധാന പങ്കുവയ്ക്കുകയും ചെയ്ത മൻഹർ സാറിനെ പൊന്നാടി അണിയിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പി രാജീവ് സാർ ആദരിക്കുന്നു. നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് മൻഹർ സാർ നമ്മുടെ ആദരവും സ്നേഹവും അറിയിക്കാം. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. രാജീവ് സാർ അടുത്ത് കിട്ടിയപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ 14 പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിലും അവർക്ക് മാർക്കറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ ഞങ്ങൾ വീടുകളിലും ബിൽഡിങ്ങിലും മാത്രമേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിലോട്ട് അലുമിനിയം കയറ്റണം എന്നുള്ള നിവേദനമാണ്. അങ്ങനെ കയറിയാൽ നമ്മൾ പ്രൊഡക്ഷൻ സെയിലുമെല്ലാം 20% കൂടുതൽ ടേൺ ഓവർ കൂടും. മിനിസ്റ്റർ പരിഗണിക്കുന്നു. പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ നിവേദനം ഏറ്റുവാങ്ങുകയാണ്. അടുത്തായി ADF-ന്റെ ആദരവ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുന്നതിന് വേണ്ടി അതിന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മെമന്റോ നൽകി ADF-ന്റെ ആദരവ് അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ഒരു മെമന്റോ കൈമാറുകയാണ്. ഓരോ ADF മെമ്പർമാരും നിർബന്ധമായി പങ്കെടുക്കേണ്ടതാണ്. നമ്മുടെ ഭാവി എവിടെയൊക്കെയാണ് എന്നുള്ള ആ ഒരു ചർച്ചയും കൂടി അതിലോട്ടുണ്ടാവും. അടുത്തതായി നന്ദി പറയുവാനായിട്ടുള്ളത് പ്രസിഡന്റ്, സെക്രട്ടറി, എല്ലാവരുടെയും പേര് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മന്ത്രി പി രാജീവിന്, വ്യവസായ മന്ത്രി പി രാജീവിന് വലിയൊരു നിവേദനം നൽകിയല്ലോ. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ആവശ്യങ്ങൾ? 2015 ശേഷം കേരളത്തിൽ അലുമിനിയത്തിൻ്റെ മാനുഫാക്ചറിങ് കമ്പനീസ് ഏകദേശം 14 കയറി. ഇത് തമിഴ്നാടിനെയോ കർണാടകയോ അപേക്ഷിച്ച് കേരളത്തിലാണ് കൂടുതൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ളത്. പക്ഷേ ആഭ്യന്തര ഉപയോഗം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കുറവാണ്. അലുമിനിയത്തിൻ്റെ മേജറായിട്ട് ഇപ്പോൾ സെലക്ഷൻ നടക്കുന്നത് വീടുകളിലും ബിൽഡിങ്സിലും മാത്രമാണ്. ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിൽ ആവശ്യമുള്ള ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരുപാട് പുതിയ മേഖലയിൽ ഇപ്പോൾ ഞങ്ങളെ വാട്ടർ മെട്രോ വന്നപ്പോൾ അത് അലൂമിനിയം ബോട്ടാണ് ഉണ്ടാക്കിയത്. ഇരുമ്പ് ബോട്ട് ഉണ്ടാക്കുന്ന ഒരു അലുമിനിയം ബോട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മളെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഹെവി എഞ്ചിനീയറിംഗ് സൈഡിൽ പോലും അലൂമിനിയം ഉപയോഗിക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ പാലങ്ങൾ നിർമ്മിക്കുന്നത് അലൂമിനിയത്തിൻ്റെ അലോയ് ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് അയച്ചു കൊണ്ടുപോകാം. ഇപ്പോൾ മിലിറ്ററി ടാങ്കുകൾ പോലും ലൈറ്റ് വെയിറ്റ് ആയിട്ട് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഉപയോഗിക്കുന്ന രാജ്യങ്ങളായി. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അലൂമിനിയത്തിൻ്റെ പെർ ക്യാപിറ്റ ഉപയോഗം ഒരാളുകൾക്ക് ഉപയോഗിക്കുന്ന അലൂമിനിയത്തിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഇപ്പോൾ ഏത് നിലയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ്റിന് നിവേദനം നൽകി ഏത് നിലയിലാണ് ഇത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് ഇരുമ്പിൻ്റെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇരുമ്പ് നല്ലതാണ്, സ്ട്രോങ് ആണ്, ഇരുമ്പിൻ്റെതായ യൂസേജുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അലുമിനിയം ഉണ്ടാക്കാം. ഇപ്പോൾ എന്തുകൊണ്ട് പല കാറുകളിലും അലുമിനിയം എഞ്ചിനായി മാറി? വെയ്റ്റ്ലെസ് ആണ്, സ്ട്രെങ്ത് കൂടുതലാണ്. നമ്മൾ പറക്കുന്ന പ്ലെയിൻ പോലും അലുമിനിയത്തിൻ്റെതാണ്. പക്ഷേ അങ്ങനെയുള്ള ഇൻഡസ്ട്രി ആ ഒരു കൾച്ചർ കേരളത്തിൽ ഡെവലപ്പ് ആകുന്നില്ല. എന്ത് ചെറിയൊരു ഇതെടുക്കുകയാണെങ്കിൽ ഇരുമ്പ് വാങ്ങി വെൽഡ് ചെയ്ത് വീട്ടിൽ പോലുകയാണെങ്കിൽ പോലും, പക്ഷേ ഇരുമ്പിനെക്കാട്ടും കൂടുതൽ ഈട് നിൽക്കുന്നതും കേരളത്തിൻ്റെ ഈ കാലാവസ്ഥ വിന്യാസത്തിനൊക്കെ ഏറ്റവും നല്ലത് അലൂമിനിയമാണ്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിനെ കൊണ്ട് സ്പെസിഫിക്കേഷനിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 2018 പ്രളയം, അതിനുശേഷമുള്ള പാൻഡമിക്, അതെ, ഈ വ്യവസായം എങ്ങനെ അതിജീവിക്കുന്നുണ്ടോ? 2018 ശേഷം വന്ന പല ദുരിതമായിട്ടുള്ള സംഭവത്തിന് ശേഷം
കേരളം ഉപയോഗ സംസ്ഥാനമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അലുമിനിയം ഡീലേഴ്സ് ഫോറം എന്ന് പറഞ്ഞ സംഘടന അലുമിനിയം ഡീലേഴ്സിൻ്റെ ആണെങ്കിലും ഇതിൽ മാനുഫാക്ചേഴ്സ് ഉണ്ട്, ട്രേഡേഴ്സ് ഉണ്ട്, ഫാബ്രിക്കേറ്റിംഗ് കമ്പനീസ് ഒക്കെ നമ്മുടെ മെമ്പർഷിപ്പിലുണ്ട്. അവിടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരൊറ്റ കുടക്കീഴിലാക്കി വരുമ്പോൾ എന്താണ് ഇൻഡസ്ട്രി നീഡ്സ് എന്ന് മനസ്സിലാക്കി എവിടെയാണോ ആവശ്യം, അങ്ങനെയാണ് കേരളത്തിൽ അലുമിനിയത്തിൻ്റെ കൺസംഷൻ കൂട്ടാൻ വേണ്ടി മാനുഫാക്ചറിങ് കമ്പനീസ് ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ അവർക്ക് ഇപ്പോൾ മാർക്കറ്റ് ഡെവലപ്പ് ആകുന്നില്ല. ഈ 1000 ഡീലേഴ്സിൻ്റെ ത്രൂ നെറ്റ്വർക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പെർ കിലോ കൂട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് കിട്ടിയേ മതിയാവുള്ളൂ. CPWD PWD ഒക്കെ വിൻഡോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫേർണിച്ചേഴ്സിൽ ഇപ്പോഴും അലുമിനിയം കയറിയിട്ടില്ല. പണ്ട് കാലങ്ങളിൽ അലുമിനിയം ഫേർണിച്ചേഴ്സ് വളരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഗവൺമെൻറ്റോട് പറയാം സ്കൂൾ ബെഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൽ ഉണ്ടാക്കാം, നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാം. അലുമിനിയത്തിൻ്റെ ഏത് മേഖലയാണ്, ബോക്സൈറ്റ് തൊട്ട് എക്സ്ട്രൂഷൻ മാത്രമല്ല, അലുമിനിയം എന്ന് പറഞ്ഞ സാധനം പല മേഖലയിലും ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. അതാണ് നമ്മൾ മെയിൻ നിവേദനത്തിൽ പറഞ്ഞതും അതിൽ മാർക്കറ്റ് ഡെവലപ്പായി വരുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ അലുമിനിയം ഡീലേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം എന്താണ്? അലുമിനിയത്തിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലുമിനിയം ലൈറ്റ് മെറ്റീരിയൽ ആണെന്നുള്ളൊരു കാഴ്ചപ്പാട് ജനങ്ങളിലുണ്ട്. അലുമിനിയം വളരെ ഫ്ലിംസിയാന്നുള്ള, അത് ശരിക്കും അലുമിനിയം വളരെ സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയലാണ്. അത് ജനങ്ങളിൽ എത്തിക്കാൻ ഇപ്പോൾ ADF മുൻകൈ എടുക്കുന്നതിന് പുറമെ ഗവൺമെൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ കയറി വരുമ്പോഴോ CPWD PWD കിൻഫ്ര അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ എല്ലാ സെക്ടറുകളിലും അലുമിനിയം കയറി വരുമ്പോൾ ജനങ്ങളിൽ വിശ്വാസം തിരിച്ചെത്തും. പണ്ട് ഫേർണിച്ചർ ഉണ്ടായിരുന്നു, ആളുകൾക്ക് പല കാര്യങ്ങളും, ഇപ്പോൾ ചൈനീസ് വരുന്ന പ്രോഡക്റ്റ് മാതിരി തന്നെ അലുമിനിയം ഫേർണിച്ചർ കനം കുറച്ചുകൊണ്ടാണ് പ്രോബ്ലം വന്നത്. ഇപ്പോൾ ഫേർണിച്ചേഴ്സ് മാത്രമല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളെ കിച്ചണൊക്കെ കണ്ടിട്ടുണ്ടാവും, അലുമിനിയത്തിലൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതാണ് മാർക്കറ്റ് ഓറിയൻറ്റേഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ സപ്പോർട്ട് ഗവൺമെൻറ് ഭാഗത്തു കൂടി ഉണ്ടെങ്കിൽ ഒരു പുഷ് ഞങ്ങൾക്ക് വളരെ മുമ്പോട്ട് നയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കേരളത്തിൽ എത്രത്തോളം ഡീലേഴ്സാണ് നിങ്ങളുടെ ഈ സംഘടനയുടെ കീഴിലുള്ളത്? ഇപ്പോൾ സംഘടനയുടെ 976ഓളം മെമ്പർഷിപ്പായിട്ട് ആക്റ്റീവ് മെമ്പർഷിപ്പായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുമാണ്. മൊത്തത്തിൽ നിങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടനാ തലത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ മെമ്പേഴ്സിന് കൊടുക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഏക ട്രേഡിംഗ് അസോസിയേഷൻ അലുമിനിയം ഡീലേഴ്സ് ഫോറം. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ഓരോ അംഗങ്ങൾക്കും വേണ്ടി ഇൻഷുറൻസ് പദ്ധതി എടുത്തത് 43 കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി എടുത്തത്. അത് ഇത്രയും വലിയ അത് സംഘടനയുടെ പേരിലാണ് എടുത്തിട്ടുള്ളത്. സംഘടനയാണ് അത് ചെയ്തു കൊടുക്കുന്നത്. മെമ്പേഴ്സ് കോൺട്രിബ്യൂഷനെക്കാട്ടും കൂടുതൽ സംഘടനയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഇതിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ പ്രൊട്ടക്ഷൻ മാത്രമല്ല, അവർക്ക് മാർക്കറ്റ് നീഡ്സ് നിയമം ആവശ്യമായിട്ട് വരുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ GSTയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പലതിലും സംഘടന ഇടപെട്ടുകൊണ്ടാണ് അതിനെ അവരെക്കൊണ്ട് പിന്താങ്ങുന്നത്. വ്യക്തികൾക്കല്ല, കൂട്ടമായി നിന്ന് കഴിഞ്ഞാൽ സംഘടനയ്ക്ക് സംഘടിതമായി നീക്കാൻ ഒരു ആശ്വാസം കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയാണ്. ഇപ്പോൾ 5th ADFൻ്റെ 5ാമത് സ്റ്റേറ്റ് മീറ്റാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, CR സെൻ്റർ നടക്കുന്നത്. ഈ വർഷത്തെ നിങ്ങളുടെ പ്രധാന സന്ദേശം എന്താണ്? നമ്മുടെ സന്ദേശം അലൂമിനിയത്തിൻ്റെ യൂസേജ് കൂട്ടുക എന്നുള്ളതാണ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇതുവരെ നമ്മൾ സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ അലൂമിനിയം വിൻഡോസും ഡോറും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിൽ അലൂമിനിയത്തിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ നമുക്ക് പറയാൻ പറ്റാതെ ഇപ്പോൾ അടുത്ത് വന്ന വാട്ടർ മെട്രോ അലൂമിനിയത്തിൽ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ബോട്ട് ഉണ്ടാക്കാം, സാധാരണ തോണി വഞ്ചി ഉണ്ടാക്കാം, ഇതൊക്കെ അലൂമിനിയത്തിൽ ഉണ്ടാക്കാം. അതിൻ്റെ പ്രചരണം കൊടുത്ത് അതിൻ്റെ യൂസേജ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കേരളത്തിലുള്ള ആളുകൾക്ക് തന്നെ കിട്ടും. എന്താണ് താങ്കളുടെ മുദ്രാവാക്യം? ഒറ്റക്കെട്ട്, ഒറ്റ സമൂഹം, ഒറ്റ സൊസൈറ്റി, ഒറ്റ കച്ചവടം, പക്ഷേ ക്വാളിറ്റി സ്റ്റാൻഡ്സ് ബെറ്റർ. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ആശംസകളും അടുത്ത 3 വർഷത്തേക്ക് അലുമിനിയം ഡീലേഴ്സ് ഫോറത്തിനും അലുമിനിയം വ്യാപാരത്തിനും വൻ വളർച്ച ഉണ്ടാകട്ടെ. താങ്കളുടെ പ്രസിഡൻഷ്യൽ ഇയറുകൾ. താങ്ക് യു. ഇന്ന് വരെയുള്ള അലുമിനിയം ഡീലേഴ്സിൻ്റെയും അലുമിനിയം വ്യാപാരത്തിൻ്റെയും ഒരു ചിത്രം എങ്ങനെയാണ്? അലുമിനിയം ഡീലേഴ്സ് ഫോറത്തിന് ഏകദേശം 15 വർഷത്തെ ആയുസാണ്. 15 വർഷം ഓൾഡാണ്. ഇത്രയും 15 വർഷം മുമ്പാണ് തുടങ്ങിയത്. ഈ 15 വർഷം മുമ്പ് നിൽക്കുമ്പോൾ ഉള്ള അലുമിനിയം വ്യാപാരിയിൽ നിന്നും കഴിഞ്ഞ 15 വർഷം കൊണ്ട് അലുമിനിയം വ്യാപാരത്തിനും ആ സംഘടനയ്ക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? അലുമിനിയം വ്യാപാരത്തിന് ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഒരു സെയിം ടൈം അതിന് ടൈറ്റ് കോമ്പറ്റീഷനായി എല്ലാ സ്ഥലത്തും ധാരാളം കടകളായി പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ കോമ്പറ്റീഷൻ വന്നപ്പോൾ മാർജിൻ കുറഞ്ഞു. ഇതാണ് ഉണ്ടായത്. അല്ലെ സെയിൽസ് ഒന്നും കുറഞ്ഞിട്ടില്ല. അലുമിനിയത്തിൻ്റെ ഭാവി എന്താണ്? അലുമിനിയത്തിന് എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും, അതിനൊരു ഡൗട്ടും ഇല്ല. പുതിയ പുതിയ മേഖലകൾ അലുമിനിയത്തിന് വന്നുകൊണ്ടിരിക്കും, അതിനൊരു മാറ്റമില്ല. അത് നമ്മൾക്ക് തടയാൻ പറ്റും, ആർക്കും തടയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പുതിയ ഇപ്പോൾ റെയിൽവേ, ട്രാൻസ്പോർട്ട്, പബ്ലിക് ഇത് എല്ലാം അലുമിനിയത്തിൻ്റെ സാധനങ്ങളായിരുന്നു. ഈ പുതിയ ഈ 5th സ്റ്റേറ്റ്മെൻറ്റിനുള്ള പുതിയ നിങ്ങളുടെ മുദ്രാവാക്യം എന്താണ്? അങ്ങനെയില്ല.
നമ്മളൊരു എഴുതി തയ്യാറാക്കിയ ചില കച്ചവടക്കാരും മൂവ് ചെയ്യുന്നു ബിസിനസ്സിനും ബാക്കി കാര്യങ്ങളും പ്രാദേശികമായിട്ടുള്ളതിലും അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷനും അതിനൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും. അത് ഏത് ബിസിനസ്സുമാരെ തന്നെ അലുമിനിയം പോകും, അതിനൊന്നും തർക്കമൊന്നുമില്ല. പിന്നെ ഒരേ ഒരു സംഘടനയാണ് ഞങ്ങൾക്കുള്ളത്. ആ സംഘടനയുടെ ഉത്ഭവം മുതൽ ഇപ്പോൾ വരെ നമുക്കൊരു കോമ്പറ്റീഷനോ പരിപാടിയോ തമ്മിലുള്ള വകയോ ഉദ്യോഗമൊന്നുമില്ല. വളരെ വിപുലമായ രീതിയിൽ തന്നെയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള കുറച്ച് സപ്ലയേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സ്പോയാണ് ഇതിനകത്ത്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മേഖലയിലുള്ള 100% ആൾക്കാരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു നേട്ടമായിട്ട് ഞങ്ങളുടെ പുതിയ നിലപാടുകളും പുതിയ നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു മെമ്പർക്കും ഞങ്ങളുടെ അസോസിയേഷനിൽ മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. ആ ഒരു സാഹചര്യം അവരുടെ ഉന്നമനത്തിനായിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അസോസിയേഷൻ. ഇന്നിപ്പം അലുമിനിയം ഡീലേഴ്സ് അലുമിനിയം വ്യാപാരികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിലുള്ള ക്വാളിറ്റിയുടെ ഒരു വലിയ പ്രശ്നമാണ്. ക്വാളിറ്റി കുറഞ്ഞ, അതായത് ആൾക്കാർ സാമ്പത്തികം മാത്രം നോക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ക്വാളിറ്റിയെ ബാധിക്കും. അപ്പോൾ നമ്മൾ ആ ക്വാളിറ്റി എങ്ങനെ ഉയർത്താം, അതുവഴി ഈ ഉപഭോക്താക്കൾക്ക് എങ്ങനെ കൂടുതൽ ആകർഷകമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞങ്ങൾ പല വിവിധങ്ങളായ പദ്ധതികൾ ആലോചിക്കുന്നത്. അതിന് അസോസിയേഷൻ വളരെ ഭാവി പരിപാടികളിൽ അത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മിനിമം തിക്നെസ്സുകൾ വർദ്ധിപ്പിക്കാനായിട്ടും അതുവഴി ഈ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ മെറ്റീരിയലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നമുക്ക് രാജ്യാന്തര തലത്തിലൊക്കെ അലൂമിനിയത്തിന് വലിയ ഭാവിയുള്ളതാണ്. പുതിയ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഇഷ്ടേറെ അനവധി സിസ്റ്റം വിൻഡോകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അടിയൊക്കെ മാറ്റി നിർത്തിയാലും അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് അടിയെ കിടപിടിക്കുന്ന രീതിയിൽ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ വരത്തക്ക രീതിയിലുള്ള അലൂമിനിയം പ്രൊഫൈൽസുകളുണ്ട്. നമുക്കതവിടെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുക, അസോസിയേഷൻ അതിന് മുൻകൈ എടുക്കുക, മുന്നിട്ടിറങ്ങുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ. ഞങ്ങളത് ഒട്ടേറെ പ്രതിസന്ധികൾ വ്യാപാരികളായി ഞങ്ങൾ നേരിട്ടുകയുണ്ടായി. ഈ പ്രളയത്തിൻ്റെ പ്രശ്നങ്ങൾ, കോവിഡ് പ്രശ്നങ്ങൾ, വ്യാപാരികൾ സമൂഹമാണ് ഏറ്റവും കൂടുതൽ. ഓൺലൈൻ വ്യാപാരം വളരെയധികം വളർന്നിരിക്കുകയാണ്. വളരെ ഭാഗ്യത്തിന് ഞങ്ങളുടെ മേഖലയിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇതിൻ്റെ വലിപ്പവും വ്യത്യാസവും കൈകാര്യം ചെയ്യാനുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറി അതും കൂടി ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ ടെക്നോളജിയും കൂടി ആഡ് ചെയ്തുകൊണ്ട് ഒരു വ്യാപാരിക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാമെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 5th സ്റ്റേറ്റ് മീറ്റ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന വ്യവസായ മന്ത്രി രാജീവ് മിനിസ്റ്ററാണ്. അതിന് നിങ്ങളുടെ സംഘടന നല്ലൊരു നിവേദനം നൽകിയിട്ടുണ്ട്. പ്രധാന ഉള്ളടക്കം എന്താണ്? അതെ, അത് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും സർക്കാർ പദ്ധതികളിൽ ലൈഫ് മിഷൻ പോലുള്ള ഒട്ടേറെ ഭവന നിർമ്മാണ പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ 100% തന്നെ അലൂമിനിയം ഉപയോഗിച്ചിരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ കുറേ സഹകരിക്കുന്നുണ്ട്. പക്ഷേ തടിയുടെ ഉപയോഗം നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അലൂമിനിയം ഉപയോഗിക്കണം. ഇത് സ്വകാര്യ മേഖലയിലേക്കും അഡോപ്റ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഗ്രീൻ ബിൽഡിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ലോകം മുഴുവൻ പോകുന്നത്. ഒട്ടേറെ പ്രകൃതി പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിലൊക്കെ വായിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ അലൂമിനിയം ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്യുക വഴി വ്യാപാര സമൂഹവും ഉന്നമനത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ മന്ത്രിയോടും സർക്കാരിനോടും ആവശ്യപ്പെടുന്ന ഇതുപോലുള്ള മേഖലകളിൽ നമ്മുടെ അലൂമിനിയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, എല്ലാ മേഖലകളിലും വർദ്ധിക്കുക. ഇത്രയും പരിസ്ഥിതി സൗഹാർദ്ദമായ ഉൽപ്പന്നത്തിൽ നികുതി തരത്തിലും ലൈസൻസ് തരത്തിലും ഒക്കെയുള്ള എന്തെങ്കിലും ഇളവുകളും ഒക്കെ തരിക എന്നുള്ളതും കൂടിയാണ് ഞങ്ങൾ ഈ സമയം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പരിപൂർണമായ പിന്തുണയും നമ്മൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിച്ചു. പുതിയ വ്യവസായത്തിൻ്റെ ഭാഗമായി വ്യവസായികൾക്ക് ഒരുപാട് പ്രോത്സാഹനം ഈ ഗവൺമെൻറ് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും മാർഗ്ഗങ്ങൾ? തീർച്ചയായിട്ടും. അത് ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ അലൂമിനിയം ഉൽപ്പന്നങ്ങൾ എന്നൊക്കെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ കാലമൊക്കെ മാറി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒട്ടനവധി വ്യവസായങ്ങൾ വളരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ വളരെ പ്രോത്സാഹനമായ പരിപാടി കൊണ്ട് വളരെ മികച്ച സംരംഭങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങളുടെ മേഖലയിൽ അലൂമിനിയം മേഖലയിൽ ഏകദേശം 25ഓളം കമ്പനികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്കുള്ള പ്രോത്സാഹനം വഴി ഈ വ്യാപാരികളിലൂടെയാണ് ആ ഉൽപ്പന്നം കടന്നു പോകുന്ന വഴി ഈ മേഖലയ്ക്ക് വളരെ വർധനവ് ഉണ്ടാവും, ഒരു വളർച്ച ഉണ്ടാവും എന്നുള്ളൊരു ഉത്തമ വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രതീക്ഷയും ഒരു നല്ലൊരു പിന്തുണ ഞങ്ങൾക്കുണ്ടാവുമെന്നും കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ വ്യാപാരികളുടെയും വ്യവസായികളുടെയും ഏറ്റവും ശക്തമായ ഏക സംഘടനയാണ് ADF. ആ ADF-ന്റെ രണ്ടാമത്തെ തവണയാണോ മൂന്നാമത്തെ തവണയാണോ താങ്കൾ സെക്രട്ടറി? രണ്ടാമത്തെ തവണ. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തുടർന്ന് ഉണ്ടാകണമെന്ന്. ഓക്കെ. അലൂമിനിയം വ്യാപാരം കേരളത്തിൽ 1979 തുടങ്ങിയാണ്. ഞാൻ 1986 അലൂമിനിയം കച്ചവടം എറണാകുളത്ത് വന്ന് 35 വർഷക്കാലമായിട്ട് എറണാകുളം ചെയ്യുന്ന ആളാണ്. അന്നത്തെ അലൂമിനിയം കിലോയ്ക്ക് 28 രൂപ വരെയുള്ള സമയത്ത് വന്നതാണ്. ഇപ്പോൾ അത് 329 രൂപ വില വരെ ആയിട്ടുണ്ട്. അലൂമിനിയത്തിൻ്റെ സെയിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഉള്ളി 2-3 ഐറ്റം മാത്രമേ ഉള്ളായിരുന്നു ഹാൻഡ് റെയിലൊക്കെ. ഇപ്പോൾ അത് വളരെ
മെച്ചപ്പെട്ട് എല്ലാ തുറകളിലും വന്നിട്ടുണ്ട്. ഇപ്പം അലുമിനിയത്തിന് യൂസേജ് വളരെയധികം കൂടിയിട്ടുണ്ട്. കേരളത്തിൽ 2000-2500 ടൺ അലൂമിനിയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിൽക്കുന്നുണ്ട്. വളരെ മാറ്റങ്ങളാണ്. പൗഡർ കോട്ടിങ്ങും ഇലക്ട്രോ കളറിങ്ങും പല കോട്ടിങ്ങും എല്ലാം വന്നതോടെ ആവശ്യകതകൾ കൂടിയിട്ടുണ്ട്. ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട് ഇപ്പം അലൂമിനിയം. ADF 2007 ഞങ്ങൾ രൂപം കൊണ്ട് ADF 2007 രൂപം കൊണ്ടത്. ഇന്ന് 2023 ആയപ്പോൾ അത് 1000 മെമ്പർ 940 മെമ്പേഴ്സിൻ്റെ ഒരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു സ്ട്രെങ്താണ്. ഈ ഡീലർമാർ ഓൾ കേരളം തൊട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡീലർമാരുണ്ട്. ഈ 35 വർഷങ്ങൾക്ക് മുമ്പ് അലുമിനിയം വ്യാപാരത്തിൻ്റെ തുടക്കകാലത്ത് എന്ന് പറയാമല്ലോ, തുടക്കകാലത്ത് ഈ ഇൻഡസ്ട്രിയിൽ വന്നയാളാണ്. 35 വർഷത്തിൻ്റെ ഈ ഗ്യാപ്പിനിടയിൽ അതിൻ്റെ വളർച്ചയും അതിൻ്റെ ആ ലാഭവിഹിതവും ഒക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റും. അന്ന് അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 28 രൂപ കിലോയ്ക്ക് ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പം 30 രൂപ വന്നിരിക്കുന്നത്. 300 ആണെങ്കിലും അതിൻ്റെ മാർജിൻ അന്ന് ഞങ്ങൾ പെർസെൻറ്റേജ് കണക്കിനാണ് 10%, 5% എന്നൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം കിലോയ്ക്ക് ഒരു മിനിമം 10 രൂപ 15 രൂപ മാക്സിമം കിട്ടും. വളരെ മാർജിൻ കുറവാണ്. പക്ഷേ വോളിയം കൂടിയപ്പം അത് മേക്കപ്പ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആദ്യകാലത്തുള്ള മാനുഫാക്ചറിങ് ഗ്രൂപ്പുകളിൽ തോംസൺ ഗ്രൂപ്പ്, അതിൻ്റെ തോംസൺ ഗ്രൂപ്പിൻ്റെ MD അല്ലേ, അതല്ലാതെ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് എത്രത്തോളം അത്ര മാനുഫാക്ചറിങ് ഗ്രൂപ്പ് എത്രത്തോളം വന്നിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്? കേരളത്തിൽ ഇപ്പം 16 ഇന്ന് പ്രസംഗിച്ച പോലെ 16 യൂണിറ്റുകളുണ്ട്. 28 29 ലൈനുണ്ട്. ലൈൻ മിഷനറി ഉണ്ട് ഇപ്പം കേരളത്തിൽ തന്നെ. ആദ്യകാലത്ത് ഇൻഡാൽക്കോ മാത്രമേ ഉള്ളായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ അത് 28 പ്രസ് ഉണ്ട്. ഇപ്പം ഏകദേശം 2000 ടണ്ണോളം മാനുഫാക്ചർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് പെർ മന്ത് കേരളത്തിൽ മാത്രം. ജിൻഡാലാണ് അന്ന് കാലങ്ങളിൽ ഇൻഡാൽ കഴിഞ്ഞ് ജിൻഡാൽ വന്നു. 2-3 കമ്പനികളുണ്ടായിരുന്നു. ഇപ്പം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു കമ്പനി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ലോകം തന്നെ അലുമിനിയം നിർമ്മിതിക്ക് മരം പ്രകൃതിക്ക് എന്നുള്ളതാണല്ലോ. മരം യൂസ് ചെയ്യാതെ അലുമിനിയം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ സ്ലോഗൻ. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം പല മേഖലകളിലോട്ട് മാറിയത് കൊണ്ടാണ് മാറിയിട്ടുണ്ട് എല്ലാ ആൾക്കാരും. അന്നത്തെ ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോഴും സത്യം ചെയ്ത് നിൽക്കുന്നത്. ഏക സംഘടനയായ ശക്തമായ സംഘടനയുടെ സംസ്ഥാന പ്രശസ്താനത്തേക്ക് എത്താവുന്ന തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ 2007 തുടങ്ങിയപ്പം തൊട്ട് ഇന്ന് വരെ ഞാൻ തന്നെയാണ് ട്രഷറർ സ്ഥാനം. ഈ പ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത 2 വർഷത്തേക്ക് 25 വരെ ഞാൻ തന്നെയായിരിക്കും ട്രഷറർ. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. കേരളത്തിലെ അലുമിനിയം വ്യവസായത്തിൻ്റെ മുഖ്യധാരയിലുള്ള ഒരാളാണ് പരീക്ഷ. പ്രത്യേകിച്ചും ജയ്ഹിന്ദ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന കമ്പനിയുടെ MD. ഈ എറണാകുളം സിയാ സെൻറ്ററിൽ ഈ മീറ്റ് നടക്കുമ്പോൾ ഈ വ്യവസായത്തെക്കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ ഒരു പുതിയ കാഴ്ചപ്പാട്, എന്താണ് പറയാനുള്ളത്? ഇത് വ്യവസായം എന്ന് പറഞ്ഞാൽ ഈ അലുമിനിയം കച്ചവടം ഏകദേശം നമ്മളിപ്പോൾ ഒരു 1000 ആൾ എത്തിയിട്ടുണ്ട്. ഈ നമ്മൾ അസോസിയേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരു 63 പേരുണ്ടായിരുന്നില്ല അസോസിയേഷൻ 2008. ഇന്ന് അത് 1000-ലെത്തി. കച്ചവടം അലുമിനിയം മാത്രം നോക്കുമ്പോൾ ഒരു 3000 ടണ്ണിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അത് ഏകദേശം വാല്യൂ കൂട്ടുമ്പോൾ ഒരു മാസത്ത് ഒരു ഏകദേശം 100 കോടി വരെ കച്ചവടമായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ACP, PVC, നമ്മളെ വേറെ ഐറ്റംസ് എല്ലാം ഇത് വരുന്നുണ്ടല്ലേ, എല്ലാം കൂടുമ്പോൾ നമ്മൾ ഒരു 200 കോടി മേലെ ഇപ്പോൾ ഒരു മാസം ഈ എല്ലാവരും കൂടി കച്ചവടം ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാം ഈ വ്യവസായി ഇനിയും വളരട്ടെ, എല്ലാവർക്കും കച്ചവടം ഉണ്ടാവട്ടെ. ഇത് സംഘടന ആക്കിയിരിക്കണ അത് എല്ലാം രീതിയിൽ വെറൈറ്റീസ് ഉള്ള കച്ചവടം, മീൻസ് ചെറിയ കച്ചവടക്കാർ, മീഡിയം കച്ചവടക്കാർ, ഹോൾസെയിലർ, മാനുഫാക്ചർ എല്ലാവർക്കും ഒരു രീതിയിൽ ലാഭവും ഒരു കച്ചവടത്തിന് ഒരു മുന്നുകൂടെ കിട്ടുന്ന രീതിയിൽ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ സംഘടന ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിനുള്ള രീതിയിൽ ഇതുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് സംഘടന വന്നുകൊണ്ട് ഈ ഫീൽഡ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഈ ജയ്ഹിന്ദ് എന്ന് പറയുന്ന ബ്രാൻഡ് കേരളത്തിലെ വ്യാപാരവുമായിട്ട് വന്നിട്ട് എത്ര വർഷമായി താങ്കൾ ഈ വ്യവസായത്തിലേക്ക് വന്നിട്ട്? ഏകദേശം ഞാൻ 1986 വന്നത് ഈ ഫീൽഡിൽ. അന്ന് എനിക്ക് 14.5 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് എൻ്റെ SLC എക്സാം എഴുതിയിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്. ഇന്ന് എനിക്ക് 37ാമത്തെ കൊല്ലമുണ്ട് ഈ ഫീൽഡിൽ.
86 ഡിസംബർ 8-ാം തീയതിയാണ് ഈ ഫീൽഡിൽ എൻട്രി ആയത്. ഇന്ന് 37 ജയ്ഹിന്ദ് സ്ഥാപനത്തിൻ്റെ 17ാമത്തെ കൊല്ലമാണ് എൻ്റെ ആയിട്ട് ഞാൻ തുടങ്ങിയത്. ആദ്യം 19 കൊല്ലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അലുമിനിയം ഫീൽഡായിട്ട് കണക്റ്റിംഗ് ആയിട്ട് തന്നെയാണ്. പിന്നെ 2005 ജൂലൈ 8-ാം തീയതി ആണ് നമ്മൾ ജയ്ഹിന്ദ് സ്ഥാപനം തുടങ്ങിയത്. ഇന്ന് ജയ്ഹിന്ദ് സ്ഥാപനം വൺ ഓഫ് ദ ലീഡിങ് അലുമിനിയം കച്ചവടമോ PVC കച്ചവടം, ACP കച്ചവടം, നമുക്ക് വേറെ കുറേ രീതിയിൽ ബിസിനസ് ഉണ്ട്. അലൂമിനിയമായിട്ട് കണക്റ്റിംഗ് ആയിട്ട് എല്ലാം കച്ചവടം നമ്മൾ ചെയ്യുന്നുണ്ട്. ദൈവം സഹായിച്ച് ടച്ച് വുഡ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് അവർ ഗ്രോത്ത്. ഗുജറാത്താണല്ലോ. ഞാൻ എൻ്റെ ഫാദറും ഇവിടെ തന്നെ ജനിച്ചതാ, കൊച്ചിക്കാരാണ് നമ്മൾ. ഞാനും ഇവിടെ തന്നെ ജനിച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇവിടെ ചെറുപ്പത്തിൽ വന്നതാണ്. അപ്പോൾ അത് ഏകദേശം 150 കൊല്ലം മേലായി നമ്മൾ ഇവിടെയൊക്കെ ആയി. അതെ 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 അതെ. പക്ഷേ ഇപ്പൊ നമ്മൾ മലയാളി തന്നെ പറയാം, നമ്മൾ മലയാളി തന്നെയാണെന്ന് നമുക്ക് പറയാം. അതെ. മകൻ ഹാർദിക്കും പിന്നാരെയുള്ളൂ. ഇപ്പോ പുള്ളി ഇപ്പോ വന്നിട്ടുണ്ട്, ഓസ്ട്രേലിയ പഠിച്ചിട്ട് ഇപ്പൊ വന്നു. ഇപ്പോ എന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 4-ാം തലമുറയിൽ കിടക്കുകയാണ്. വിശദമായി നമുക്ക് ഒരിക്കൽ സംസാരിക്കാം. ഈ അലുമിനിയം ഡീലേഴ്സിന്റെ മീറ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നതാണ്. ബിസിനസ് പ്രത്യേക അഭിമുഖം നടക്കണമെന്ന അഭ്യർത്ഥനയുണ്ട്. എല്ലാവിധ ആശംസകളും. ശരി, താങ്ക് യു.